ബിഗ് ഷോട്ട് റംസാൻ നില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബിഗ് ഷോട്ട് ഡിസൈനിങ് പ്ലാനർ കിഡ്സ് ലേഡീസ് ആൻഡ് ജെന്റ്സ് ഡ്രസ് മെറ്റീരിയൽ ലേഡീസ് കുർത്തി ജീൻസ് ഫോർമൽ ഷർട്ട് ഇന്നർ ലെഗിങ്സ് പാട്യാല പ്രിന്റഡ് കോട്ടൺ ചുരിദാർ വെസ്റ്റേൺ ടോപ്പ് ലാച്ച ചോളി party wear shalwar all kind of kids item clothes ties baby stroller walker etc. Big Shot Landlord Center SM Street Canning code 0492729 Big Shot Designing Planet. Big Shot റംസാൻ പാചകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹനയിൽ പർദ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ KCL പ്രേക്ഷകർക്കും റംസാൻ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധമായ റമളാനിൻ്റെ 6ാമത്തെ നോമ്പിലേക്ക് നാം കടന്നു കഴിഞ്ഞു. റമളാൻ മാസത്തിൽ രാവിലെ മുതൽ രാത്രി വരെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് ആരാധന കർമ്മങ്ങളിലേക്ക് നാം എത്തിച്ചെല്ലുകയാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ കൂടുതലായി അള്ളാഹ് ഇറക്കിത്തന്ന ഒരേ ഒരു മാർഗമാണ് റമളാൻ മാസം. അസ്സൗമുൽ ജന്ന, നോമ്പ് ഒരു പരിചയാണ്. മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി നോമ്പ് ഒരു പരിച മാത്രമാണ്. 12 മാസങ്ങളിൽ ഒരു മാസം റമളാനിലേക്ക് അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധ്യനക്ക് അർഹനായി ഒരു ഇലാഹും തന്നെയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവിനെ കൂടുതൽ ആരാധിക്കാൻ റമളാൻ മാസം നമുക്ക് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. വിശുദ്ധ ഖുർആനിൽ വരെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല. എന്നിട്ടോ മനുഷ്യൻ ഓരോ ആളുകളെ ആരാധിക്കുന്ന ഒരവസ്ഥ. മനുഷ്യനെ സൃഷ്ടിച്ചവനാരാണ്? ആ ദൈവമാണ്. പക്ഷെ മനുഷ്യനെ ആരാധിക്കുന്നതോ വേറൊരു മനുഷ്യനെ. അത് ഷിർക്ക് എന്ന മഹാപാപമാണ്. ഒരിക്കലും തന്നെ ഷിർക്ക് അള്ളാഹു മായ്ച്ചു കളയുക തന്നെയില്ല. ഷിർക്ക് എന്ന മഹാപാപമാണ്. ഷിർക്ക് ചെയ്യുന്നവൻ സ്വർഗത്തിന്റെ മണം പോലും അനുഭവിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഇസ്ലാമിലെ അടിസ്ഥാനപരമായ അനുഷ്ഠാനമാണല്ലോ റമളാൻ മാസത്തിലെ നോമ്പ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 183-ാം വാക്യത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലസീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലസീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുൻ കഴിഞ്ഞവർക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. അസ്സൗം, കരിച്ചു കളയുക എന്ന് വെച്ചാൽ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ, ഞാൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. അതേപോലുള്ള ഓരോ തെറ്റുകൾ റമളാൻ മാസം ആരംഭിക്കുമ്പോൾ നമ്മൾ കരിച്ചു കളയുക. അതാണ് അസ്സൗമിന്റെ അർത്ഥം, കരിച്ചു കളയുക. എൻ്റെ പ്രായത്തിലുള്ള എത്രയോ ചെറിയ കുട്ടികൾ
വീട്ടിൽ നിന്ന് നോമ്പെടുത്ത് സ്കൂളിൽ പോയി ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. മക്കൾ എന്തൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് സ്കൂളിലേക്ക് എന്നുള്ളത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവർക്ക് നോമ്പിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് അവർക്കറിയില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നോമ്പ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പട്ടിണി കിടന്ന് ഇരിക്കുകയല്ല നോമ്പിന്റെ ഉദ്ദേശം തന്നെ. നോമ്പ് അള്ളാഹിന് നമ്മൾ 12 മാസങ്ങളിൽ തന്നെ ഒരു മാസത്തിന് മാത്രമാണ് അള്ളാഹിനോട് ഞാൻ ധാരാളമായി ആരാധിക്കുന്നത്. ഒരു നോമ്പുകാരൻ്റെ മനസ്സ് ശുദ്ധിയാകണം, എന്നാൽ മാത്രമേ അവൻ്റെ നോമ്പും നല്ലതായി തീരുകയുള്ളൂ. നമ്മളുടെ ഹൃദയം നന്നാവണം. ഇപ്പം നമ്മൾ എത്ര റമദാൻ മാസത്തിൽ എല്ലാവരും തൊപ്പിയിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പുള്ളവരോ കള്ളും കുടിച്ചിട്ടും എല്ലാം ചെയ്തിരിക്കണ്. പക്ഷെ റമദാൻ മാസത്തിൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാര്യമുണ്ടോ? ഇല്ല. ഒരു കാരണം വെച്ചാൽ കാര്യം തന്നെ ഇല്ല. അപ്പോൾ ആ റമദാൻ മാസത്തിലെ ആ നോമ്പ് നന്നാവണമെങ്കിൽ നമ്മളുടെ ഈ ഹൃദയം നന്നാവണം. എനിക്ക് ഹൃദയത്തെ കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ്. ഒന്ന് തലച്ചോറും ഒന്ന് ഹൃദയം. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ മനുഷ്യൻ നന്നായി, അത് ചീത്തയായാലോ മനുഷ്യൻ തന്നെ ചീത്തയായി. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരറിവും ഒരു വിജ്ഞാനവും ഒരു വിദ്യാഭ്യാസവും ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹൃദയത്തെ കുറിച്ച് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള അറിവെന്തായിരിക്കും? അന്നത്തെ കാലത്തെ വിശേഷിപ്പിച്ചിരുന്നത് ദി ബ്ലാക്ക് ഏജ്, ഇരുണ്ട യുഗം എന്നായിരുന്നു അന്നത്തെ കാലത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഇതേപോലുള്ളൊരു സംവിധാനം കണ്ടെത്താൻ സാധിക്കുമോ? ഒരിക്കലും തന്നെ ഇല്ല. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യവും ഒരു ദിവസം 1,00,000 തവണയും ഇടിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പവർ എന്താ? ഇതിന്റെ ശക്തി എന്താ? ഇതേപോലുള്ള ഒരു സംവിധാനം എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ഏത് ഡോക്ടർമാരെ കൊണ്ടോ സയന്റിസ്റ്റുമാരെ കൊണ്ടോ ഉണ്ടാക്കാൻ കഴിയുമോ? ഒരിക്കലും തന്നെ ഇല്ല. അപ്പോൾ ആ നാഥനല്ലേ ഇത് നമുക്ക് തന്നത്. അപ്പോൾ ആ നാഥനോട് ഞാൻ നന്ദി കാണിക്കുക, ആ നാഥനോട് ശുക്ർ ചെയ്യാനാണ് പറയുന്നത്. ഒരു 10ൽ 1/4 ഭാഗമെങ്കിലും നാഥനോട് നന്ദി കാണിക്കാൻ. മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിൽ 4 അറകളാണ് ഉള്ളത്. എത്രയോ ചെറിയൊരു സംഭവം. ഇതേപോലുള്ളൊരു സംവിധാനം ഒരു ഡോക്ടർക്ക് ഉണ്ടാക്കാൻ കഴിയുകയില്ല. ഓരോ ഹോസ്പിറ്റലിലും കണ്ടിട്ടില്ലേ ഓരോ ഇഷ്ടക്കണക്കിന് മെഷീനുകൾ. പക്ഷെ ആ നാഥൻ നമ്മളെ എന്തെല്ലാം തന്നിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കണ്ണ് തന്നു, ഹൃദയം തന്നു, എല്ലാം തന്നു. അങ്ങനത്തെ അപ്പോൾ ആ നാഥൻ എത്ര വലിയവനാണ്. ആ നാഥൻ എത്രയോ വലിയവൻ. മനുഷ്യൻ നിസാരനാണ്. മനുഷ്യൻ നിസാരൻ മാത്രമാണ്. ഈ ഹൃദയത്തിലെ മനുഷ്യ ശരീരത്തിലെ എല്ലാ അശുദ്ധ രക്തവും വലിച്ചടിച്ച് ശുദ്ധരക്തം പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതും എത്ര സ്പീഡ്. ഒരു ഉദാഹരണം, നിങ്ങളുടെ വീടിന്റെ വാതിൽ ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം അടക്കുകയും തുറക്കുകയും ചെയ്ത് നോക്ക്. ആ വാതിലിന്റെ വിചാരം ഊരേണ്ടി വരും. പക്ഷെ ഈ ഹൃദയമോ അത്രയും സ്പീഡിലൂടെ ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം പോകുന്നു. അതേപോലെ തന്നെ വേറൊരു ഉദാഹരണം, നമ്മളെ വീട്ടിലത്തെ ഫാൻ അത് ഓൺ ചെയ്തിട്ട് നമ്മളൊരു ടൂർ പോവാണ്. ഊട്ടിയിലോ മൈസൂർക്കോ എങ്ങോട്ട് വേണമെങ്കിലും ആകട്ടെ, ഒരു ടൂർ പോവാണ്. അപ്പോൾ ആ ടൂർ പോകുമ്പോൾ ആ ഫാൻ ഇട്ടിട്ട് പോയി, തിരിച്ചു വന്നാലോ ആ ഫാൻ കത്തി പോയിട്ടുണ്ടാവും. പക്ഷേ ഈ ഹൃദയം കത്തോ? ഇല്ല. ഈ ഹൃദയം മരണം വരെ മിടിച്ചു തുടങ്ങും. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഇത് മിടിച്ചു തുടങ്ങും. അതെത്ര ഹൃദയം. എന്നിട്ട് മനുഷ്യനോ ഈ ഹൃദയത്തെ നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ദി പീപ്പിൾ വാസ് ഡെസ്ട്രോയിങ് ദി ഹാർട്ട്. മനുഷ്യൻ പുകവലിക്കുകയും കഞ്ചാവ് വലിക്കുകയും എല്ലാം ചെയ്യുന്നു. എങ്കിൽ ഹാർട്ട് അറ്റാക്കും എല്ലാം വന്നിട്ട്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നാൽ ആശുപത്രിയിൽ പോയാൽ ലക്ഷങ്ങളും കോടികളും കൊടുത്താൽ മതിയാവില്ല. അപ്പോൾ ആ നാഥൻ എത്ര സൗജന്യമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ട് വാങ്ങിയതാണോ? അല്ല, ഒരിക്കലും തന്നെ അല്ല. നമ്മളാരും ചോദിച്ചിട്ടല്ല വാങ്ങിയത്.
അപ്പോൾ നാഥൻ എത്ര വലിയവനാണ് എന്നാണ് അതിൽ കാണിക്കുന്നത് തന്നെ. അപ്പോൾ ആ നാഥൻ എത്ര വലിയവനാണ്. അപ്പോൾ ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാൻ മാസത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് നാളെ പരലോകത്ത് ഉന്നത വിജയം നേടാം. അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരം, എല്ലാ നമസ്കാരവും ജമാഅത്തായി കൊണ്ട് തന്നെ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ മാതാപിതാക്കൾ കുട്ടികളെ നിർബന്ധിക്കണം. ഇസ്ലാമികപരമായിട്ട് കുട്ടികളെ എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചു കൊടുക്കാനും നമ്മളെ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഈ റമദാൻ മാസത്തിൽ ഈ ഒരു മാസമായ ഈ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കും, അല്ലാ, ആ റമദാൻ മാസത്തിൽ എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. അന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ആ സമയമല്ല ചിന്തിക്കേണ്ടത്. ഈ സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹൃദയം, അതുകൊണ്ട് നമ്മൾ ഓരോ ആലോചനയും നമ്മൾ എടുക്കേണ്ടതാണ്. കുട്ടികൾ നമസ്കരിക്കുന്നുണ്ടോ? കുട്ടികൾ എന്താണ്, ഇപ്പോൾ ഫുട്ബോളിന്റെ സീസണൊക്കെയാണ്. തറാവിയ നമസ്കാരത്തിന് നിന്നിട്ട് ഫിത്തർ നമസ്കരിക്കാണ്ട് പോണ ഒരു അവസ്ഥ വരെ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനായ ഈ ഇസ്ലാമിന്റെ ആ പുണ്യ ശ്രേഷ്ഠതരമായ ആ നമസ്കാരത്തെ അവിടെ നിർത്തിവെച്ചിട്ട് അവർ ലോകകപ്പ് ഫുട്ബോൾ കാണാൻ പോവുകയാണ്. എന്താ, പാടുണ്ടോ? ഇല്ല, ഒരു കാരണവശാലും പാടില്ല. ഈ ഫുട്ബോളല്ല ശരിക്കും നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത ഒരു മനുഷ്യന്റെ ജീവിതം പരലോകത്താണ്. അപ്പോൾ ആ പരലോകത്ത് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നമസ്കരിച്ചുകൊണ്ട് ഇബാദത്തിലൂടെ നടന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നടന്നാൽ പരലോകത്ത് ഉന്നത വിജയം നേടാം. അല്ലാതെ നാളെ പരലോകത്ത് അള്ളാഹ് ചോദിക്കുന്നത് നിങ്ങൾ ഫുട്ബോൾ ലോകകപ്പിൽ ആര് ജയിച്ചു എന്നല്ല, മറിച്ച് നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അവിടെ ഈ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ മുമ്പിൽ വെച്ച് കാണിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ ഈ ദുനിയാവ് എന്താ, മനുഷ്യനെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണ കേന്ദ്രം മാത്രം. ശരിക്കലും അവസാനിക്കാത്തൊരു ജീവിതം മനുഷ്യൻ്റെത് അങ്ങ് പരലോകത്താണ് ഒരിക്കലും അവസാനിക്കാത്ത മനുഷ്യന്റെ ജീവിതം. അപ്പോൾ ഇസ്ലാമിന്റെ വഴിയിലൂടെ സത്യം പറഞ്ഞുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ നല്ല രീതിയിൽ ഉപദേശിച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് എവിടെ എത്താം? ശാശ്വതമായ സ്വർഗത്തിലെത്താം. എല്ലാ തെറ്റ് ചെയ്തുകൊണ്ട് തെറ്റായ വഴിയിലൂടെ നടന്നാൽ നമുക്ക് എവിടെ എത്താം? നരകത്തിലെത്താം, നരകാഗ്നിയിലെത്താം. കത്തി ജ്വലിക്കുന്ന അഗ്നിയാണത്. ആ നരകത്തിലെത്താം എന്നാണ് പറയുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ റമദാൻ മാസത്തിൽ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടികളോട് നമ്മൾ പറയുക, മോനെ നമസ്കരിക്കുക, നീ നല്ലവനാവുക എന്നുള്ള നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് എന്താണ് റമദാനിലെ നോമ്പ് എന്ന് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാനിൽ ഉന്നത വിജയം തന്നെ നേടിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇബാദത്തിൽ കൂടുതൽ ഏർപ്പെട്ടുകൊണ്ട് നല്ല വിജയം നേടാൻ അള്ളാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും അള്ളാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിഗ് ഷോട്ട് റംസാൻ നില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബിഗ് ഷോട്ട് ഡിസൈനിങ് പ്ലാനറ്റ് കിഡ്സ് ലേഡീസ് ആൻഡ് ജെന്റ്സ് ഡ്രസ് മെറ്റീരിയൽ, ലേഡീസ് കുർത്തീസ്, ജീൻസ്, ഫോർമൽ ഷർട്ട്, ഇന്നർ, leggings, പാട്യാല, പ്രിന്റഡ് കോട്ടൺ ചുരിദാർ, വെസ്റ്റേൺ ടോപ്പ്, ലാച്ച, ചോളി, party wear, shalwar, all kind of kids item, clothes, ties, baby trolley, walker, etc. Big Shot, Landworld Center, SM Street, Canning, phone 049-2729-270. Big Shot, Designing Planet. അസ്സലാമു എല്ലാ KCL പ്രേക്ഷകർക്കും റംസാൻ ടെലിക്യൂസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഓരോ നോമ്പും ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ അറിവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. റംസാൻ ടെലിഗ്യൂസിലേക്ക് സ്വാഗതം. ആരാണ്? ഹഫ്ന. സഫ്ന. ഓക്കെ. സഫ്ന എന്ത് ചെയ്യുന്നു? 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ. എവിടുന്നാ വിളിക്കുന്നത്? അരീക്കാട് അല്ലേ? സഫ്നയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാരും ഉണ്ട്. ഇവരെല്ലാരും ഇപ്പൊ അടുത്തുണ്ടോ ഹെൽപ്പ് ചെയ്യാന്? എല്ലാരും അടുത്തുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ സമ്മാനം മേടിച്ചിട്ടേ പോവുള്ളൂ അല്ലേ? സഫ്ന പ്രോഗ്രാം ഒക്കെ കാണാറില്ലേ? റംസാൻ നിലാവ് ഒന്ന് ഉറക്കെ പറയോ, കേൾക്കുന്നില്ല. ഹലോ. എനിക്കിങ്ങോട്ട് കേൾക്കുന്നില്ല. ഓക്കെ സഫ്ന, ചോദ്യത്തിലേക്ക് കിടക്കാം. അറിയാലോ ഓപ്ഷൻ റൂൾസ് ഒക്കെ അറിയാലോ? അപ്പൊ ആദ്യത്തെ ചോദ്യം, ഏറ്റവും വലിയ സൂറത്ത്. ഓപ്ഷൻ എ സൂറത്തുൽ അൽ ബഖറ. ഓപ്ഷൻ ബി സൂറത്ത് സഫർ. ഓപ്ഷൻ സി സൂറത്തുൽ കൗസർ. സൂറത്തുൽ ബഖറയാണ്. ഉറപ്പിച്ചു? ആരാ പറഞ്ഞത്? അത് ശരി. അതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. സഫ്ന പറഞ്ഞത് ഓപ്ഷൻ എ സൂറത്തുൽ ബഖറ എന്നാണ്. സഫ്ന പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ സഫ്ന അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൊ അതിന് മുന്നേ നോമ്പൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറായിട്ട് പോണം. എല്ലാം നോമ്പെടുത്തോ? നോമ്പെടുക്കാൻ മടിയുണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് നോമ്പ് തുറക്ക് എന്താ സ്പെഷ്യൽ വിഭവം? എന്താന്ന് അറിയില്ല. നമ്മൾ അടുക്കളയിലേക്ക് പോക്കുന്നില്ലല്ലേ? സ്കൂളിൽ വന്നപ്പോ നേരെ ടിവിന്റെ മുന്നിൽ തന്നെ അല്ലേ? അത് ശരി. നിസ്കരിക്കാറൊക്കെ അല്ലേ? നിസ്കാരമൊക്കെ കഴിഞ്ഞോ സ്കൂളിൽ വന്നിട്ട്? അതൊക്കെ കഴിഞ്ഞിട്ടാ ബാക്കിയുള്ള പരിപാടി അല്ലേ? ഡെയിലി ഓതാറൊക്കെ ഉണ്ടോ നിസ്കാരം കഴിഞ്ഞിട്ട്? ഓതാറുണ്ട് അല്ലേ? ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പിതാവില്ലാതെ ജനിച്ച പ്രവാചകനാർ? പിതാവില്ലാതെ ജനിച്ച പ്രവാചകൻ. ഓപ്ഷൻ എ മൂസ നബി അലൈഹിസ്സലാം. ഓപ്ഷൻ ബി ഈസാ നബി അലൈഹിസ്സലാം. ഓപ്ഷൻ സി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം അല്ലേ? മുന്നോട്ട് പോവാ. സഫ്ന പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ബി ഈസാ നബി അലൈഹിസ്സലാം. ഞാൻ ചോദിച്ച ചോദ്യം പിതാവില്ലാതെ ജനിച്ച പ്രവാചകൻ ആരാണെന്നാണ്. സഫ്ന പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇപ്പൊ 2 ചോദ്യത്തിനും കറക്റ്റ് ആയിട്ട് ആൻസർ നൽകി. 2 ചോദ്യം സിമ്പിൾ ആണെന്ന് തോന്നിയോ? തോന്നി അല്ലേ? അതാണ് ഷിഫ്നയുടെ ഭാഗ്യാണ്. നമ്മൾ ഇതിൽ വരുന്ന ചോദ്യങ്ങൾ ആരോടൊക്കെ ചോദിക്കും നമുക്ക് അറിയില്ല. ആ വരുന്ന കോളറ ഭാഗ്യം പോലെ ആയിരിക്കും കേട്ടാ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മുഹദദ് യുദ്ധം നടന്ന വർഷം? മുഹദദ് യുദ്ധം. ഉഹുദ് അല്ല, മുഹദദ്. മുഹദദ് യുദ്ധം നടന്ന വർഷം? ഓപ്ഷൻ എ ഹിജ്റ 8. ഓപ്ഷൻ ബി ഹിജ്റ 10. ഓപ്ഷൻ സി ഹിജ്റ 12. ഉത്തരം ശ്രദ്ധിച്ച് പറയാം. ഈ ഒരു ചോദ്യത്തിനും കറക്റ്റ് ആയിട്ട് ഉത്തരം നൽകുകയാണെങ്കിൽ സമ്മാനം ഉണ്ട്. ആരോടെങ്കിലും ഒക്കെ ചോദിക്കാം, പെട്ടെന്ന് ചോദിച്ചു വരാം.
ഓപ്ഷൻ എന്തൊക്കെയാ? ഓപ്ഷൻ എ ഹിജ്റ 8, ഓപ്ഷൻ ബി ഹിജ്റ 10, ഓപ്ഷൻ സി ഹിജ്റ 12. സഫ്ന, അത് ശരി. ഈ ക്ലൂ ഓപ്ഷൻ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ ക്ലൂ. അതിലൊരു ഉത്തരമില്ല, അതല്ല ഏറ്റവും വലിയ ക്ലൂ. ബി ഹിജ്റ 10. ഉറപ്പിച്ചോ? ഒരു സംശയമില്ല. ഉറപ്പിച്ചോ? ഉറപ്പാണെങ്കിൽ പറ, എനിക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ സഫ്ന പറഞ്ഞ ഉത്തരം എന്ത് തോന്നുന്നു? ഗസ് അടിച്ചാണല്ലേ? എന്തായാലും സോറി സഫ്ന, ഭാഗ്യല്ല, ഉത്തരം തെറ്റിപ്പോയി. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഹിജ്റ 8 ആണ്. അപ്പൊ എന്തായാലും ഇനി മറക്കരുത്, ഇനിയും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഇപ്പൊ നമ്മൾ വിളിച്ചിരിക്കുന്നത് സഫ്നയാണ്. സഫ്ന പറഞ്ഞ പോലെ 2 ചോദ്യത്തിനും കറക്റ്റായിട്ട് സഫ്ന ഉത്തരം പറഞ്ഞു. 3ാമത്തെ ചോദ്യം തെറ്റിപ്പോയി. ഇപ്പൊ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് ഉത്തരം പറയാം. ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് അവരോട് ചോദിച്ച് ഉത്തരം പറയാം. എന്തായാലും നമ്മുടെ അടുത്തൊരു കോളർ ലൈനിലുണ്ട്, നമുക്ക് ആരാണ് നോക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. റംസാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ്? എങ്ങനെ? സൈബ. SAIBA ആണോ? THEYYIBA. ദീപ. ഓക്കെ, എന്ത് ചെയ്യുന്നു ദീപ? ഞാനിപ്പോ 10th കഴിഞ്ഞ് +1 പാസ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഉമ്മ, അപ്പ, താത്ത, കാക്ക, പിന്നെ ഒരനിയന്. നമ്മൾ 5 മക്കളാണ്. വലിയൊരു കുടുംബമാണ് അല്ലേ? അതെ. എല്ലാരും നോമ്പ് തുറ സമയത്ത് വീട്ടില് ഒരുമിച്ച് തന്നെയാണ് നോമ്പ് തുറക്കാറ്? അതെ 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 അല്ലേ? പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ നോമ്പൊക്കെ? എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ നോമ്പൊക്കെ? അടിച്ചു പൊളിച്ചു. അടിച്ചു പൊളിക്കാറുള്ളല്ലേ നോമ്പ്? അടിച്ചു പൊളിച്ചെന്ന് ഉദ്ദേശിച്ച് വേറെ ഒന്നല്ല, സന്തോഷമായിട്ട് ആഘോഷിച്ചു. അങ്ങനെ അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞാൽ സംഭവം മാറിയിട്ടോ. നോമ്പ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെ ഒക്കെ നാളുകളാണ്. അപ്പൊ അതൊക്കെ കൂടുതൽ എന്താ പറയാ, കെട്ടുറപ്പ് കൂട്ടാം. നിസ്കാരം കറക്റ്റ് നിസ്കരിക്കുക, നോമ്പെടുക്കുക, ഈ പാദത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. ആരോടെങ്കിലും പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അവരോട് എന്താ പറയാ, ആ പിണക്കം മാറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആരെങ്കിലോട് പിണങ്ങിയിട്ടുണ്ടോ? എങ്ങനെ? എന്റെ താത്തന്റെ 2 മക്കളുണ്ട്, അവർക്ക് വേണ്ടിയാണ് വിളിച്ചത്. അവരാണ് കൂടുതലായിട്ട് എന്നോട് പറഞ്ഞത്. അത് ശരി, അത് ശരി. അടുത്തുണ്ടായിരുന്നു അവര്? ഇപ്പൊ നമ്മൾ വിളിച്ചിരുന്നത് ദീപയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ബാലൻസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ റേഞ്ച് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഫോൺ ഡ്രോപ്പ് ആയി പോകും. ബിഗ് ഷോട്ട് റംസാൻ നില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബിഗ് ഷോട്ട് ഡിസൈനിങ് പ്ലാനർ, കിഡ്സ്, ലേഡീസ് ആൻഡ് ജെന്റ്സ് ഡ്രസ് മെറ്റീരിയൽ, ലേഡീസ് കുർത്തി, ജീൻസ്, ഫോർമൽ ഷർട്ട്, ഇന്നർ, leggings, പാട്യാല, പ്രിന്റഡ് കോട്ടൺ ചുരിദാർ, western top, lancha, choli, party wear, shalwar, all kind of kids item, clothes, ties, baby toy, walker, etc. Big Shot, Landlord Center, SM Street, Canning, code 049 2729 270. Big Shot, Designing Planet.